പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്തെന്ന് വിശദീകരിക്കാമോ എന്ന്. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അഥവാ ഒരു മെറ്റീരിയലിൽ ആ സ്ട്രക്ചറിന് അല്ലെങ്കിൽ മെറ്റീരിയലിന് ബെൻഡിങ്ങോ അതല്ലെങ്കിൽ തകർച്ചയോ സംഭവിക്കാതെ അതിൽ കയറാവുന്ന പരമാവധി ലോഡിനെയാണ് അതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കൾവേർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രിഡ്ജ് സങ്കല്പിക്കുക. ആ കൾവേർട്ടിലേക്ക് അതല്ലെങ്കിൽ ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. 10 ടണ്ണിൽ കൂടിയ ഭാരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ആ ബോർഡ് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ കയറിയാൽ ആ ബ്രിഡ്ജ് തകരാൻ സാധ്യതയുണ്ട് എന്നതാണ് ആ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജിന്റെ അതല്ലെങ്കിൽ ആ കൾവർട്ടിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണ്? 10 ടണ്ണാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഏതൊരു സ്ട്രക്ചർ ആവട്ടെ, ഒരു ബീം ആവട്ടെ, കോളം ആവട്ടെ, മെയിൻ സ്ലാബ് ആവട്ടെ, ഏതാവട്ടെ, ഇനി ഭിത്തി ആവട്ടെ, മണ്ണ് തന്നെ ആവട്ടെ, ഓരോന്നിനും ഓരോ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ആവശ്യമായ ലോഡ് കയറുന്നതിന് അനുയോജ്യമായ നിലയിലാണ് നമ്മൾ ഓരോന്നും ഡിസൈൻ ചെയ്യാറുള്ളത്. നമ്മളൊരു കൂറ്റൻ കെട്ടിടം കെട്ടിയിരിക്കുന്നു എന്ന് കരുതുക. അതിന്റെ ബീമും സ്ലാബുകളും എല്ലാം നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കരുതുക. പക്ഷെ അതിന്റെ കോളം നമ്മൾ ചെയ്തപ്പോൾ അല്പം പെശക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കോളത്തിന് ബലക്കുറവാണ് എങ്കിൽ അതല്ലെങ്കിൽ ആവശ്യത്തിന് അനുസൃതമായ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഇല്ല എങ്കിൽ ആ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് തകർച്ചയ്ക്ക് വിധേയമാവും. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ ഓരോ സ്ട്രക്ചറൽ പാർട്സിന്റെയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ കയറേണ്ടുന്ന ലോഡിന്റെ കണക്കിന് അനുസൃതമായിട്ട് വേണം ഓരോ സ്ട്രക്ചറും നമ്മൾ ഡിസൈൻ ചെയ്യാൻ എന്ന് ചുരുക്കം. ബഹുനില കെട്ടിടങ്ങളും അതുപോലെ തന്നെ പാലങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മണ്ണ് പരിശോധിക്കാറുണ്ട്. എന്തിനാണത്? ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ അതല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് സ്ഥാപിക്കാൻ ആ മണ്ണിന് അതിനനുസൃതമായ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോയിൽ ടെസ്റ്റ് നടത്താറുള്ളത്. പാലങ്ങൾ അധികം സ്ഥാപിക്കുന്നത് പൈലടിച്ചതിന് ശേഷമാണ്. ഏതു ഭാഗത്താണോ അതിന് ഒരു ഉറപ്പും ബലവും കിട്ടുന്നത് അതുവരെ നമ്മൾ പൈൽ താഴേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു വീട് കെട്ടുകയാണ് എന്ന് കരുതുക. സാധാരണ പോലെ തന്നെ നമ്മൾ കരിങ്കൽ തറ കെട്ടി അതിന്റെ മുകളിലായി നമ്മൾ ബേസ്മെന്റും ഭിത്തിയും ഒക്കെ കെട്ടിപ്പൊക്കി അതിന്റെ മുകളിലാണ് സാധാരണ നമ്മൾ മെയിൻ സ്ലാബ് വാർക്കാറുള്ളത്. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കാം. ആ പ്രദേശത്തെ മണ്ണ് ആവശ്യത്തിന് ബലമുള്ളതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വീട് ഭൂമിയിലേക്ക് ഇരുന്നു പോകുന്നു. അതുപോലെ തന്നെ ഭിത്തി കെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്ലിന്റെ വീതി മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരാ, മറിച്ച് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതും പ്രശ്നമാകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ സ്റ്റോണിന്റെ ഡെൻസിറ്റി കൂടി പ്രശ്നമാണ്. അതുകൂടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മെയിൻ സ്ലാബ് ആ ഭിത്തിയിൽ ഇരുത്താൻ നമുക്ക് കഴിയുള്ളൂ. ഇനി നമ്മൾ മെയിൻ സ്ലാബിന്റെ കാര്യം എടുക്കുക. സ്ലാബിനും ആവശ്യത്തിന് തിക്നെസ്സും ആവശ്യത്തിന് അനുസൃതമായ റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഗ്രേഡുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ സ്ലാബിന്റെ കാര്യം സുരക്ഷിതമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്നു മാത്രമല്ല, അതിന്റെ മുകളിലേക്ക് മറ്റൊരു നില കൂടി എടുക്കേണ്ടതുണ്ട് എങ്കിൽ അതിനനുസൃതമായി തന്നെ വേണം അടിയിൽ നിന്നും നമ്മൾ കെട്ടിപ്പൊക്കുവാൻ. ഈ സ്ലാബിന്റെ മുകളിൽ വീണ്ടും ലോഡ് വരികയാണ്, രണ്ടാമതൊരു നില കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന്റെ മുകളിൽ വരുന്ന ആ കല്ലുകളും മറ്റും താങ്ങാനുള്ള കപ്പാസിറ്റി കൂടി ഇതിനുണ്ടാവണം, ആ സ്ലാബിനുണ്ടാവണം. അതിനു പുറമെ മൂവ് ചെയ്യുന്നതും അല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ കയറുമ്പോഴും അത് തകരാൻ പാടില്ല. ഇതെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ ഓരോ സ്ട്രക്ചറിന്റെയും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു നിർമ്മാണത്തിന് ആവശ്യമായ ശരിയായ ഡിസൈൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക. താങ്ക് യു.